ഈ ഫോട്ടോ ഇതൊരു ഫോട്ടോയാണ്. ഫെബ്രുവരി 8 ഞാൻ പോസ്റ്റ് ചെയ്ത എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ട ഒരു ഫോട്ടോയാണിത്. ഇപ്പൊ അവരാ കാണിച്ചിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നീ ആദ്യം ഒരു ഞാൻ കേൾപ്പിച്ചു ഒരുത്ത മാപ്പ് പറയുന്നത് ഒരുത്തനല്ല. ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, എന്തൊരു പറഞ്ഞാലും തീരൂലെന്ന് എനിക്കറിയാം. ചെറിയ ചെറിയ ഞാൻ പറഞ്ഞു ഈ ചെക്കന്മാര് പറയുന്ന കാര്യം എന്റെ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. അപ്പൊ ഗൈസ്, ഞാനിപ്പോൾ നമ്മുടെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയക്കകത്ത് ഭയങ്കരമായിട്ട് നാളെ നിങ്ങൾക്കും ഉറപ്പായിട്ട്, കാരണം നിങ്ങൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, മറ്റുള്ള പല സ്ഥലങ്ങളിലേക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുതരാം, ഇപ്പോൾ ഈ കേൾക്കുന്ന വാർത്ത വളരെ വൈകാതെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അകത്തേക്ക് കടന്നു വന്നിട്ടുണ്ടാകും. അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിപ്പോൾ പറഞ്ഞു വരുന്നത്, ഒരു വീഡിയോ ക്ലിപ്പ് ലീക്കായതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതായത് വയനാടൻ ബ്ലോഗർ അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ടുള്ള നിമിഷങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ പബ്ലിക്കായിട്ട് വന്നു എന്നുള്ള കാര്യം, അത് ഇവരുടെ ഫോണിൻ്റെ അകത്ത് നിന്ന് ഇവർ പകർത്തിയ സ്വകാര്യ നിമിഷങ്ങൾ അത് ചോർന്നു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ലിങ്ക് ഉണ്ടോ അല്ലെങ്കിൽ സാധനം അവൈലബിൾ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിലാണ് ലിങ്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സാധനം വീഡിയോ അയച്ചൊരു DM ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനാ പറഞ്ഞത്, ഇത് നിങ്ങളെയും ബാധിക്കാം, 100% നിങ്ങളെയും ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനൊരു പ്രിക്കോഷനും കൂടെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ നല്ലത്. ബാക്കി ഇവർ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഞാൻ ഒരു ഫാമിലിയാണ്, ഞാൻ ഒരു അമ്മയാണ്, എനിക്കൊരു ഇമേജ് ഉണ്ട്, അതാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോയുടെ അടിയിലും വരുന്ന ഒരു കമന്റ് ആണ് ലീക്ക്ഡ്. ഈ ഒരു കമന്റ് ഞങ്ങൾ എവിടെ നോക്കിയാലും, ഞങ്ങൾ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിലിങ്ങനെ വരുന്നുണ്ട്. ആദ്യം ഞങ്ങൾക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല. അവസാനം അത് ചുറ്റിക്കറങ്ങി ഞങ്ങളുടെ കയ്യിൽ എത്തിയപ്പോ ലീക്കായ ഒരു ഫോട്ടോ അത് ആദ്യം ഞാൻ കാണിച്ചു തരാം. അത് ആദ്യം കാണിച്ചു. അതെ, ഞങ്ങളത് ഒളിച്ചും പാത്തും കൊണ്ടു നടന്ന ഫോട്ടോ ഒന്നുമല്ല, അത് ആദ്യം കാണിച്ചു തരാം. ഇത് എന്റെ ഇൻസ്റ്റാ ഐഡി ആണ് കേട്ടോ, ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ ഇൻസ്റ്റാ ഐഡി ആണ് ഈ ഫോട്ടോ. ഇതൊരു ഫോട്ടോയാണ്. ഫെബ്രുവരി 8 ഞാൻ പോസ്റ്റ് ചെയ്ത എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ട ഒരു ഫോട്ടോയാണിത്. ഇപ്പോൾ അവരാ കാണിച്ചിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. കാരണം ഇത് നിങ്ങളും ഞാനും ഒക്കെ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്ന് ഫേസ്ബുക്കിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ, യുവതലമുറയിൽപ്പെട്ട ആൾക്കാരും മെജോറിറ്റി ടൈംസ് സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിനകത്താണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്തുള്ള റീലുകളായിക്കോട്ടെ, ഇൻസ്റ്റഗ്രാമിനകത്തുള്ള ഫോട്ടോസും പോസ്റ്റുകളും ആയിക്കോട്ടെ, ഇങ്ങനെ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിനകത്ത് അടക്കം ഈ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിനകത്ത് ഇപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം നമ്മുടെ പേഴ്സണൽ നിമിഷങ്ങളെന്ന് പറയുന്ന, അല്ലെങ്കിൽ വളരെ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ടതെന്ന് പറയപ്പെടുന്ന അടക്കം ഇത് ആൾക്കാർ വളരെയധികം പബ്ലിക് ആക്കുന്നുണ്ട്. എങ്കിലും ചില ഫോട്ടോസ് നിങ്ങളുടെ പങ്കാളിയുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ചേർന്ന് നിൽക്കുന്ന, നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ പോലും വച്ച് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അത് AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിനൊരു വീഡിയോ ആക്കി മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് വളരെ കുറച്ച് പൈസ കൊടുക്കുന്ന പെയ്ഡ് ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഫേസ്, അഥവാ ഈ ഫേസ്, ഇപ്പം ഇവരുടെ 2 ഫോട്ടോ, ഇവരുടെ ഈ ഫോട്ടോ കാണിച്ചില്ല, ഈ ഫോട്ടോ, ഇതുപോലത്തെ ഫോട്ടോ നിങ്ങളുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഒരൊറ്റ ഫോട്ടോ, ഇത് 2 വ്യക്തികളുടെ മുഖം മാത്രം മതി. ഈ മുഖം വെച്ചുകൊണ്ട് ഏത് വീഡിയോയ്ക്കകത്തും ആ മുഖങ്ങളെ കയറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ആ മുഖങ്ങളെ കയറ്റിക്കഴിഞ്ഞാൽ ആ മുഖത്തിൻ്റെ അകത്തുള്ള വ്യക്തി ഇവരല്ലെന്ന് പറയാൻ പോലും പറ്റത്തില്ല. അത്രയും മാത്രം ഒറിജിനലായിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള നല്ല AI ടൂളുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. നല്ലതെന്ന് വെച്ചാൽ അത്രമാത്രം പ്രൊഫഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ അവൈലബിൾ ആണ്. പക്ഷേ അതാ പറഞ്ഞത്, AI കുറിച്ച് പലരും മുന്നറിയിപ്പ് നൽകിയതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രൈവസി വയലേഷൻ. ഇതിനകത്ത് ആ ഒരു സാധനം വരുന്നുണ്ട്. ഇത് ഇവർ സോഷ്യൽ മീഡിയക്കകത്ത് പബ്ലിക്കായിട്ട് പങ്കുവച്ചൊരു ഫോട്ടോയാണ്. ആ ഫോട്ടോ ഇന്ന് കറങ്ങി തിരിഞ്ഞുകൊണ്ട് അതിനെ വേറെ വീഡിയോ ആക്കി മാറ്റുകയും ആ വീഡിയോ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് അത് സ്പ്രെഡ് ആവുകയും ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് അവർ പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയാം, ഈ വയനാടൻ ബ്ലോഗർ എന്ന് പറയുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഫാമിലി കപ്പിളിനോട് ഒത്തിരി എതിർപ്പുള്ള ആൾക്കാരും ഹെയ്റ്റുള്ള ആൾക്കാരും ഇഷ്ടമല്ലാത്ത ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്, എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം കാലം. കാരണം ഇദ്ദേഹം വളരെ ചുരുങ്ങിയ കാലം മുതൽ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയക്കകത്ത്, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഇതിനകത്തൊക്കെ ഭയങ്കരമായിട്ട് റീച്ച് നേടിയ വ്യക്തിയാണ്. യൂട്യൂബിലല്ല, ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ നല്ല റീച്ച് നേടിയ ആളാണ്. അതുപോലെ തന്നെ 1-2 ബസ്സൊക്കെ പുള്ളിക്ക് വയനാടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബസ്സൊക്കെ പുള്ളി സ്വന്തമായിട്ട് സമ്പാദിച്ചുണ്ടാക്കി എന്നുള്ളതാണ്. അപ്പം ഒത്തിരി ഹെയ്റ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഈ ഒരു കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് അയാളുടെ ഭാര്യയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഡ്രസ്സിംഗ് ഒക്കെ ഉള്ള പബ്ലിക്കായിട്ടുള്ള ചില കമൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എങ്കിലും ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് ഇവർ ഈ അനുഭവിക്കുന്ന കാര്യം നമ്മളെ ബാധിച്ചേക്കാം. ബാക്കി കേൾക്കാം. ഇത് വെച്ചിട്ടാണ് അവന്മാര് വീഡിയോ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാരിലേക്കും പ്രചരിപ്പിക്കുന്നത്. ഇന്ന് തന്നെ കിടക്കുന്ന ഫോട്ടോ അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇതെല്ലാവരും വിചാരം ഞങ്ങളെന്തോ ഞങ്ങളുടെ ഫോണിൽ നിന്ന് അറിയാതെ മിസ്സായതാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഈ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ 4 വീഡിയോ, അത് ആരുടെയോ ഒരു വീഡിയോ ആണ്, ഞങ്ങളുടേതല്ല. ഒന്നാമത്തെ കാര്യം പറയാം, അത് ഞങ്ങളുടേതല്ല എന്ന് തെളിയിക്കാൻ വേറെ ഒന്നും വേണ്ടതാ. ഞങ്ങളുടെ 2 പേരെ കയ്യിൽ ടാറ്റു നോക്കി കഴിഞ്ഞാൽ
ഞങ്ങളുടെ കയ്യിൽ ടാറ്റു ഉണ്ട്. അത് ഞാൻ പറയട്ടെ, ഒന്നെങ്കിൽ അത് ചെറുതായിട്ട് ഞാൻ പറയല്ലോ, അത് ആ ഒരു ഫോട്ടോ ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു ഫോട്ടോ അത് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നോണ്ടാണ് അത് ഞങ്ങളുടേതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, അതായത് ഇവർക്ക് അത്യാവശ്യം ഹേറ്റേഴ്സ് ഉണ്ട്, പക്ഷേ ഇവർ നല്ല രീതിയിൽ ഇവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഒരുപാടുണ്ട്. അപ്പം ഈ ഒരു സംഭവം ഇവരുടെ ചില കാര്യങ്ങളോടുള്ള നിങ്ങളെ അതൃപ്തി, താല്പര്യമില്ലായ്മ കാരണം ഇവരുടെ ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ തള്ളി പറയേണ്ട കാര്യമില്ല. സീരിയസ് ആയിട്ട് എൻ്റെ അഭിപ്രായമാണ്. കാരണം ഇതുപോലുള്ള അനുഭവങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കുറേ അധികം ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. ഈവൻ സിനിമാ നടിമാരുടെ, അതുപോലെ തന്നെ അവരുടെയൊക്കെ സിനിമാ നടന്മാരുടെയൊക്കെ ഈ മുഖങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് സ്വാപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് വീഡിയോസും പബ്ലിക്കലി നമ്മുടെ ഈ പല സോഷ്യൽ മീഡിയക്കകത്തൂടെ സ്പ്രെഡായി പോകുന്നുണ്ട്. ഫോട്ടോസ്, മറ്റുള്ള പല കാര്യങ്ങൾ. നിങ്ങളിന്ന് ഇൻസ്റ്റാഗ്രാം റീലുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റീലുകളുടെ ഇടയിൽ നോക്കുന്ന സമയത്ത് തന്നെ ഒറിജിനലായിട്ട് തോന്നുന്ന തരത്തിലേക്കുള്ള ആണിനെയും പെണ്ണിനെയൊക്കെ ഉള്ള ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് റിയൽ ആണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യം. ഓക്കെ, നന്നായിട്ട് അതിന് ടെക്നിക്കൽ നോളജസ് ഉള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും. എങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത താരൻ്റെ വെളിച്ചത്തിലേക്കുള്ള ചില സംഭവത്തിൻ്റെ അത് ഈ ഫേസൊക്കെ മാറ്റി വയ്ക്കുന്ന സമയത്ത് ഒറിജിനലാണെന്ന് തോന്നിപ്പോകും. അപ്പോൾ അവർ ഈ ഒരു സംഭവം ഞങ്ങളല്ല എന്ന് സ്ഥാപിക്കുന്ന സമയത്ത് പോലും ഇത് നിങ്ങളുടെ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. എങ്കിലും ഈ സ്ഥാനത്ത് നമ്മളായിരുന്നുവെങ്കിൽ എന്തായിരിക്കും എന്നുള്ള കാര്യം കൂടെ ഒന്ന് ചിന്തിക്കണം. ചെറുതായിട്ട് എവിടെയോ ആ പെണ്ണിന്റെ മുഖമൊന്നും മര്യാദയ്ക്ക് മൊത്തത്തിൽ കാണുന്നില്ല, ഇങ്ങനെ പിടിച്ച എന്തോ ഒരു ഇതാണ് ചെറുതായിട്ട് എവിടെയോ, അതായത് എനിക്കൊന്ന് നെറ്റ് എങ്ങാണ്ട് ചെറുതായിട്ട് ഒരു ഫേസ് കട്ട് ഉണ്ട്, അത്രേ ഉള്ളൂ. എഡിറ്റിംഗ് എനിക്കറിയില്ല ഇനിയിപ്പോ എഡിറ്റ് ചെയ്താണോ, പക്ഷെ എവിടെയോ ചെറിയൊരു ഫേസ് കട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കയ്യിൽ ടാറ്റോ, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പല മറുകും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. അതപ്പോ നിങ്ങൾക്ക് നമുക്ക് തുറന്നു കാണിക്കാൻ പറ്റില്ല. ഇത് ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് ചെല്ലുമ്പോ എന്താ ഗ്രൂപ്പിന്റെ പേര് സ്വർഗവാതില്. ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ്, ആ ഒരു വോയിസ് കേൾപ്പിക്കാം മോസെ, ഒറ്റ വോയിസ് കേൾപ്പിക്ക്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ വിൽക്കുന്നുണ്ട്. ചെറിയ ചെക്കന്മാരതും. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം അതാണ്. അതായത് ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇത് ചെയ്യുന്നതൊക്കെ 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന ചെക്കന്മാരാണ് ഇതൊക്കെ. ആക്ച്വലി നമ്മൾ 90 കിഡ്സ് 2K കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ജെൻസി ഈ പുതിയ കാലഘട്ടത്തിനടക്കം അടയാളപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു യുവതലമുറ, നമ്മളിപ്പോൾ യുവതലമുറ അതിൽ തൊട്ട് താഴെ നിൽക്കുന്ന പിള്ളേരുണ്ട്. അതായത് ഒരു 18 വയസ്സ് 20 വയസ്സിൻ്റെ ആ ഒരു താഴെ മാത്രം നിൽക്കുന്ന പിള്ളേർ ഏറ്റവും കൂടുതൽ ഇവർക്ക് ഈ മൊബൈൽ ഉപയോഗം എന്ന് പറഞ്ഞ സംഭവം അവർക്ക് അവരുടെ ഒരു ലോകം മൊബൈലിലേക്ക് പെട്ടെന്ന് അടുത്ത ഒരു ലോകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കാര്യമായിട്ട് ഭയങ്കരമായിട്ടുള്ള കണക്ഷൻ വരികയും അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള എല്ലാവരും അറിയാമല്ലോ, ഇപ്പോൾ ഒരു അഡോളസെന്റ് ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് വേണ്ട ചിന്തകളും മറ്റുള്ള കാര്യങ്ങൾ പല തരത്തിലേക്ക് പോകാം. ഹോർമോണൽ ലെവലിലേക്ക് തന്നെ ഒത്തിരി ചേഞ്ചസ് ഒക്കെ വരും. അപ്പോൾ അവർ പല കാര്യങ്ങളുടെ പുറകെ തിരഞ്ഞു പോകും. ആ തിരഞ്ഞു പോകുന്ന സംഭവത്തിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് ഇന്നത്തെ കുട്ടികൾക്ക് എത്താൻ വളരെ നിസ്സാരമായ സമയം കൊണ്ട് പറ്റും. ആ മൊബൈൽ ഫോണുകളിലൂടെ അവർക്ക് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് സ്പീഡായിട്ടുള്ളതും അതിൻ്റെ അകത്ത് MOD ഫയൽസും ഒക്കെ ഉള്ള സംഭവങ്ങളെല്ലാം കിട്ടും. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. പറഞ്ഞു കേട്ടില്ലേ, കൊച്ചു പിള്ളേരാണ് ഇതിൻ്റെ പുറകെ നിൽക്കുന്നത്, കൊച്ചു കുട്ടികളാണ് ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ അച്ഛനമ്മമാരും അവരുടെ ഈ മൊബൈൽ ഫോണുകളുടെ മക്കൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ അകത്തുള്ള ആപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ ഒന്ന് അവെയർ ആവുന്നത് നന്നായിരിക്കും. ഒരു ഗ്രൂപ്പിന്റെ പേര് സ്വർഗവാതില്. ഇന്നലെ നോക്കിയപ്പോ എത്ര 938 പേര് ഒരു ഗ്രൂപ്പില്. അതിൽ പകുതി മുക്കാലും ചെറിയ ചെക്കന്മാരാണ്. നിങ്ങൾ ഈ രക്ഷിതാക്കൾ ആദ്യം ഒരു കാര്യം ചിന്തിച്ചു, ഇപ്പൊ ഫോൺ കൊടുക്കുമ്പോ നിങ്ങൾ ചെക്ക് ചെയ്യും നിങ്ങളുടെ മക്കളെ ഫോണില് ഗ്രൂപ്പ്. ടെലഗ്രാമിൽ ഞങ്ങൾ പൊക്കി, ഫസ്റ്റ് ഞങ്ങൾ അവനോട് പൊക്കണത് ടെലഗ്രാമിൽ പൊക്കിയിട്ട് തിരുവനന്തപുരക്കാരനാ അവനെ പൊക്കിയിട്ട് ഞാൻ പറയാൻ പറ്റുന്നില്ല. നീ ആദ്യം ഒരു ഞാൻ കേൾപ്പിച്ചു ഒരുത്ത മാപ്പ് പറയുന്നു. ഒരുത്തനല്ല, ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, എന്തൊരു പറഞ്ഞാലും തീരൂലെന്ന് എനിക്കറിയാം. ചെറിയ ഞാൻ പറഞ്ഞു ഈ ചെക്കന്മാര് പറയുന്ന കാര്യം, എന്റെ വീട്ടിൽ അച്ഛനില്ല, അല്ലെങ്കിൽ എന്നെ കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നത്. കഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ചില ആൾക്കാർ പറയാ ഇത്ര ലക്ഷം കൊടുത്ത് എന്നെ പഠിപ്പിക്കുന്നുണ്ട്, കഷ്ടപ്പെട്ടിട്ട് ലോൺ എടുത്താ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പുറത്തറിഞ്ഞ എന്റെ വീട്ടുകാരറിഞ്ഞ എനിക്ക് പിന്നെ അങ്ങനെ പല കാര്യങ്ങൾ ചെറിയ ചെക്കന്മാർ ഈ പറയുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഇവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മുടെ എല്ലാവരുടെ ലൈഫിൻ്റെ അകത്തേക്കും ഇത് കടന്നു വരാൻ വളരെ അടുത്ത നിമിഷങ്ങൾ മുതൽ വരും. കാരണം നിങ്ങളുടെ മകളുമായിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുമായിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ സ്വന്തം അമ്മയുമായിട്ടുള്ള ഫോട്ടോ പോലും ഈ പബ്ലിക്കിലേക്ക് ഇങ്ങനെയുള്ള രീതിയിൽ പങ്കുവെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് മാത്രം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനെ ചലിപ്പിക്കുന്ന ഫോട്ടോ ആക്കി മാറ്റാൻ, അതിനെ വീഡിയോ ആക്കി മാറ്റാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ചലിപ്പിക്കുന്ന വീഡിയോ ആക്കി മാറ്റിയ സാധനത്തിൻ്റെ പിന്നീട് അതിനെ മോർഫ് ചെയ്തിട്ട് എൻ്റെ ഫേസ് മാറ്റാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. അതാണ് പറയുന്നത്. ഇത് നമ്മൾ വേറൊരു കാലഘട്ടത്തിലാണ്. നമുക്കിതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഫോട്ടോയും മറ്റുള്ള കാര്യങ്ങളും ഇതിനകത്തൊക്കെ ഡിജിറ്റലായിട്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എവിടെയെങ്കിലും കോപ്പി വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ചില ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് യൂട്യൂബിൻ്റെ അകത്തോ അല്ലെങ്കിൽ അത് ഇങ്ങനെയുള്ള സംഭവം നമ്മുടെ എവിടെയെങ്കിലും നമ്മുടെ ഫേസോ മറ്റുള്ള കാര്യങ്ങളോ എവിടെയെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, നമ്മുടെ വേറെ ഡിജിറ്റലായിട്ടുള്ള സംഭവങ്ങൾ മറ്റൊരു തരത്തിൽ എവിടെയെങ്കിലും കോപ്പി ആയിട്ട് കിടപ്പുണ്ടോ എന്നുള്ള കാര്യം അറിയുന്ന തരത്തിലുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിന് നിങ്ങൾ യൂട്യൂബിലോ ഗൂഗിളോ ചെയ്ത് നോക്കുക.
എങ്ങനെ നമുക്കത് കണക്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയുമെന്ന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ അങ്ങനെയൊക്കെ പോയി കണ്ടെത്താൻ ഉള്ള ശ്രമം നടത്തുക. അങ്ങനെയൊക്കെ ഉള്ള എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഡിറ്റക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ ലീഗലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ, അല്ലാത്ത രീതിയിലാണെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഇതുപോലുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ എടുത്ത് നിങ്ങൾക്ക് സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് കൊടുക്കാവുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഇൻസ്റ്റഗ്രാമിനകത്ത് വൈറലായിട്ട് നിൽക്കുന്ന കുറേയധികം ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള കുറേ കുട്ടികൾ, അവരുടെയൊക്കെ ഈ ഫോട്ടോസും ഇതുപോലെ ഇതിനെക്കാട്ടിലും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇത് ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്തൊക്കെ വളരെ റീലുകളായിട്ട് അടക്കം വിട്ടിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചു ഇതെന്ത് മാറ്റാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടില്ലെന്ന്. പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. ആ ഒരു സാധനത്തിന് ഇൻസ്റ്റഗ്രാമിനകത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് കോപ്പിറൈറ്റ് വയലേഷൻ്റെ സംഭവം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാത്ത രീതിയിലാണെങ്കിൽ ഇത് എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയുന്ന കുറേയധികം സൈറ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ രക്ഷിതാക്കള് മക്കളെ ശ്രദ്ധിച്ചാല് ലൈഫ് ലോങ് കൂടെ ഉണ്ടാകും. ഈ മക്കളൊക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണിച്ചെന്തെങ്കിലും ആയിത്തീരും. മനസ്സിലാക്കിക്കോ. കാരണം ഏറ്റവും വിഷമം ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇടുന്ന വീഡിയോസിൽ കംപ്ലീറ്റ് ഞാൻ കാണിച്ചു തരാം, ലൈവായിട്ട് കാണിച്ചു തരാം. ഒരുപാട് അക്കൗണ്ടുകൾ വന്നിട്ട് എല്ലാം ഫേക്ക് ഐഡിയ, വീഡിയോ ലീക്ക്ഡ്. അതിന്റെ ഒറ്റ കാര്യം പറയും, മേല് എന്റെ വീഡിയോയുടെ അടിയിലോ അവളുടെ വീഡിയോയുടെ അടിയിലോ വന്ന് ലീക്ക്ഡ് കോപ്പ് എന്ന് പറഞ്ഞ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്, ആരാണോ കമന്റ് ഇടുന്നത് അവന്റെ വീട്ടിൽ ഞാൻ ലൈവ് ഇട്ട് ഞാൻ കയറി വരും. ഒരു മാറ്റം ഉണ്ടാവില്ല. ഇത് ഞങ്ങളുടെതല്ല എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ച് കാണിച്ചു തരാം. ആ തെളിയിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ കമന്റ് ഇട്ടവന്മാര്, ഇത് വിറ്റവര്, ഇത് കണ്ടവര്, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് എന്റെ മുഖടക്കം എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഞാൻ പറയാം എന്റെ കണ്ടന്റ് ഏറ്റവും വലിയ കണ്ടന്റ് ആയിരിക്കും. നിങ്ങൾ ആലോചിച്ചോ. എനിക്ക് സത്യം ഓക്കെ, ഇതിപ്പോൾ അവരവരുടെ വിഷമം പറയുന്നു. സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, അവരെ വെറുക്കുന്നവരുണ്ടാവാം, അവരെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം, എല്ലാവരും ഉണ്ടാവാം. പക്ഷെ എങ്കിലും അവർക്കിന്ന് വന്നേക്കുന്ന ആ ഒരു ദുസാഹചര്യം നമുക്ക് വരാൻ അധിക നാളൊന്നും വേണ്ട എന്നുള്ള കാര്യമാണ്. ചിലപ്പോൾ ഈവൻ ഇപ്പം തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്കകത്ത് പ്രചരിപ്പിച്ചിരിക്കുന്ന ഫോട്ടോസ് മറ്റൊരു സ്ഥലത്ത് അത് വേറൊരു തരത്തിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടാവാം. അത് കണ്ടിട്ട് ചിലപ്പോൾ മാനസികമായിട്ട് തകർന്നു പോകാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നേക്കാം. എങ്കിലും ഈ ഒരു കാര്യം ഇങ്ങനെ സോഷ്യൽ മീഡിയയ്ക്ക് നടക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ആ ഒരു ചിന്ത വെച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പരമാവധി ഇൻസ്റ്റഗ്രാമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരെ മാത്രം ഇൻസ്റ്റഗ്രാമിൻ്റെ അക്കൗണ്ടിൽ നിങ്ങളെ ഫ്രണ്ട്സാക്കി മാറ്റുകയും ഫോളോ ചെയ്തിട്ട് നിങ്ങളത് പ്രൈവറ്റ് അക്കൗണ്ടായിട്ട് സൂക്ഷിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. അറിയുന്നവരും അറിയാത്തവരും ആരാണ് ചെയ്യുന്ന കാര്യം പോലും പറയാൻ പറ്റത്തില്ല. സോ ഗൈസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അടുത്തൊരു വീഡിയോ. ഗൈസ് ബൈ.